പട്ടാമ്പി കമാനത്തിന് സമീപമുള്ള 2 സ്ഥാപനങ്ങളിലാണ് കഴിഞ്ഞ ദിവസം രാത്രി മോഷണം നടന്നത്. യൂസുഫ് കാരക്കാടിന്റെ ഉടമസ്ഥതയിലുള്ള അൽബത്തുൽ അബായ എന്ന സ്ഥാപനത്തിലും തൊട്ടടുത്തുള്ള ലാവിഷിലും ബൊട്ടീക്കിലുമാണ് കവർച്ച നടന്നത്. അൽബത്തുൽ അബായയിൽ നിന്നും കൗണ്ടറിൽ ഉണ്ടായിരുന്ന പണം നഷ്ടപ്പെട്ടിട്ടുണ്ട്. ലാവിഷിലും ബൊട്ടീക്കിൽ നിന്ന് ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല. 2 കടകളിലും സീലിംഗ് പൊളിച്ചാണ് മോഷ്ടാക്കൾ അകത്ത് കയറിയത്. പട്ടാമ്പി പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി അംഗങ്ങളും സ്ഥലത്തെത്തി പരിശോധന നടത്തി. ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ വേണ്ട നടപടികൾ അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടാവണമെന്നും സ്ഥാപനത്തിന്റെ സുരക്ഷയോടൊപ്പം മറ്റു കടകളുടെ സുരക്ഷ കൂടി കണക്കിലെടുത്ത് സ്ഥാപനത്തിന് പുറത്തുകൂടി CCTVകൾ സ്ഥാപിക്കണമെന്നും വ്യാപാരികൾ ജാഗ്രത പാലിക്കണമെന്നും കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി പട്ടാമ്പി യൂണിറ്റ് പ്രസിഡന്റ് ഗിരീഷ് പട്ടാമ്പി പറഞ്ഞു. കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് പട്ടാമ്പി SHO നമ്മളെ മീറ്റിംഗിൽ വന്ന ഈ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് സംസാരിച്ചതാണ്. അതിന്റെ ഭാഗമായിട്ട് നമ്മളൊരു അറിയിപ്പും നൽകിയതാണ്. അപ്പോൾ പ്രത്യേകിച്ച് ഈ കാലവർഷത്തിന്റെ ഈ സമയത്ത് മഴ കൂടുന്ന സമയത്താണ് ഈ പ്രവണത കൂടുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇതിപ്പോൾ ഇവിടെ CCTVയുടെ അവര് കണ്ടറിഞ്ഞുകൊണ്ട് അത് നശിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ പുറത്തുള്ള മറ്റ് സ്ഥാപനങ്ങളിലെ CCTVകൾ റോഡിലേക്കോ അല്ലെങ്കിൽ മറ്റു സ്ഥലത്തേക്കോ വെക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇങ്ങോട്ട് കയറി വരുന്നത് കാണാനുള്ളൊരു സാഹചര്യം ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഈ കടയുടെ ഉള്ളിലത്തെ നമ്മുടെ സേഫ്റ്റി മാത്രം നോക്കാതെ മറ്റു കടകൾക്ക് കൂടി സേഫ്റ്റി ആവുന്ന രീതിയിൽ ക്യാമറകൾ പുറത്തേക്ക് തിരിച്ചു വെച്ച് ആരാണ് കുറച്ച് മുന്നെയെങ്കിലും അധികം നടന്നു പോയതെന്ന് അറിയുന്ന രീതിയിലെങ്കിലും മനസ്സിലാവുന്ന രീതിയിൽ. അതുപോലെ തന്നെ അന്ന് തന്നൊരു നിർദ്ദേശമാണ്, പ്രത്യേകിച്ച് രാത്രി കാലങ്ങളിൽ തുറന്നിരിക്കുന്ന സ്ഥാപനങ്ങൾ നിർബന്ധമായിട്ടും ആ ക്യാമറകൾ സ്ഥാപിച്ചുകൊണ്ട് അവിടെ വരുന്നവരും അധികം പോകുന്നവരുമായിട്ടുള്ള ആൾക്കാർ ആരൊക്കെയാണെന്ന് ഐഡന്റിഫൈ ചെയ്യാനുള്ള ഒരു സംവിധാനം വേണമെന്നുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും ഇപ്പോൾ ഈ പ്രത്യേകിച്ച് ഇങ്ങനത്തെ ഈ സാഹചര്യത്തിൽ നമ്മളെല്ലാവരും ഒന്നുകൂടി അലർട്ടായിട്ട് അതിനുവേണ്ട പ്രവർത്തനങ്ങൾ നടത്തണം. കാരണം നമ്മളൊക്കെ ഈ പറഞ്ഞ പോലെ എന്ത് വിശ്വസിച്ചിട്ടാണ് നമ്മളൊക്കെ സ്ഥാപനം ഇങ്ങനെ ഇതാക്കിയിട്ട് പോകാൻ പറ്റുക. സംഭവത്തിൽ പ്രതികളെ പിടികൂടണമെന്നും ശക്തമായ നടപടികൾ സ്വീകരിക്കണമെന്നും അൽബത്തുൽ അബായ ഉടമ യൂസുഫ് കാരക്കാട് പറഞ്ഞു. പട്ടാമ്പി റെയിൽവേ കമാനത്തിന്റെ അടുത്തുള്ള അൽബത്തൂൽ എന്ന് പറയുന്ന ഷോപ്പാണിത്. തൊട്ടപ്പുറത്ത് ലാവിഷ്. ഈ 2 ഷോപ്പിലും അതിന്റെ മുകളിൽ നിന്ന് ഷീറ്റ് മാറ്റി ഗിപ്സം പൊളിച്ചിട്ട് കള്ളനിറങ്ങിക്കുകയാണ്. അപ്പൊ രാവിലെ മോന് ഷോപ്പ് തുറക്കുമ്പോഴാണ് ഈ അവസ്ഥ കാണുന്നത്. കാരണം പൊളിച്ച് ആകെ അലങ്കോലാക്കിയിട്ടുണ്ട്. CCTV ഒക്കെ പൊളിച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് ക്യാഷ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ ക്യാഷൊക്കെ എടുത്തുകൊണ്ടിരിക്കും. മറ്റ് സാധനങ്ങളൊന്നുമില്ല. പക്ഷെ 2 ഷോപ്പിലും കയറിയിട്ടുണ്ട്. എങ്ങനെയാണ് കയറി മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് പോലീസ് വന്നിട്ട് എല്ലാ തെളിവെടുപ്പും നടത്തിയിട്ടുണ്ട്. ഉടനെ തന്നെ കള്ളനെ പിടിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. സ്വർണം ഒരു അമൂല്യനിധിയാണ്. അത്യാവശ്യ ഘട്ടങ്ങളിൽ ഉപകരിക്കുന്ന ഒന്നും. അത്യാവശ്യങ്ങളിൽ ഉപയോഗിക്കുന്നതിലൂടെയാണ് അതിന്റെ മാറ്റം കൂടുന്നത്. ഇനി നിങ്ങളുടെ എല്ലാ സാമ്പത്തിക ആവശ്യങ്ങൾക്കും ഒരു വഴിയുണ്ട്. UGS ഗോൾഡ് ലോൺ. നിങ്ങളുടെ ഏത് സാമ്പത്തിക ആവശ്യങ്ങൾക്കും ഒരു വഴിയുണ്ട്. UGS ഗോൾഡ് ലോൺ.